ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ തന്നെയാണ്. അതായത് ഒരു സദസ്സിനെ അഭിമുഖീകരിക്കുക എന്ന എന്റെ ഏറ്റവും വലിയ ഫിയറിനെ നേരിടുന്നതിന് വേണ്ടി തന്നെയാണ് സാർ എനിക്ക് ഇത്തരത്തിലൊരു സെഷൻ തന്നിരിക്കുന്നത്. ഇപ്പോൾ സാറിന്റെ ജേണി ടു ഹാപ്പിനെസ് എന്ന് പറയുന്ന കോഴ്സിലൂടെ മാലിന്യങ്ങളെ നീക്കം ചെയ്തതിന് ശേഷം ആ അപകർഷതാബോധത്തെ മനസ്സിൽ നിന്നും എടുത്തു മാറ്റാൻ എനിക്ക് സാധിച്ചത് കൊണ്ടാണ് ഇപ്പോൾ ഈ സദസ്സിന് മുന്നിൽ വന്നിരുന്ന് ഇത്തരത്തിൽ എല്ലാവരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് 2 വാക്കെങ്കിലും സംസാരിക്കാൻ എനിക്ക് സാധിക്കുന്നത്. അപ്പോൾ സാറിന്റെ ക്ലാസ്സുകളിൽ നിന്നെല്ലാം നമുക്ക് കിട്ടുന്നത് ജീവിക്കുന്ന ഉദാഹരണങ്ങൾ തന്നെയാണ്. അപ്പോൾ അതെല്ലാവരും ഏറ്റവും നന്നായിട്ട് പ്രയോജനപ്പെടുത്തേണ്ടതാണ്. പിന്നെ അതുപോലെ നമ്മളിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് അകന്നു പോകുന്നതായിട്ട് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അതിനർത്ഥം നമ്മൾ അതിനെ ഭയപ്പെടുന്നത് കൊണ്ടാണ്. നമ്മളിൽ നിന്ന് സമ്പത്ത് അകന്നു പോകുന്നു, വ്യക്തിബന്ധങ്ങൾ അകന്നു പോകുന്നു, നമുക്ക് ഒന്നുമില്ലായ്മയാണ് ഉണ്ടാകുന്നത് എന്നൊക്കെ ഉള്ള ഭയം നമുക്കുണ്ടാകുന്നെങ്കിൽ നമ്മളിൽ നിന്നെല്ലാം ഇതെല്ലാം അകന്നു പോയിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ഉള്ളിൽ നമ്മുടെ വ്യക്തിബന്ധങ്ങളെക്കുറിച്ചും സമ്പത്തിനെ കുറിച്ചും എല്ലാം സമൃദ്ധമായ ചിന്താഗതികളാണുണ്ടെങ്കിൽ അതെല്ലാം നമ്മളിൽ നിറഞ്ഞു തന്നെ നിൽക്കും. അപ്പോൾ എല്ലാവരുടെയും ഹൃദയം സമ്പത്തിനെ കുറിച്ചും ബന്ധങ്ങളെക്കുറിച്ചും സമൃദ്ധമായിരിക്കട്ടെ. ഇന്നത്തെ ലൈവ് സെഷനിലേക്ക് നമ്മുടെ സാറിനെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. Thank you very much. Yes. Thank you. Excellent. Thank you once again. Thank you, Ajmi. Because ഞാൻ എന്താ പറയാ ആ ഒരു ഭയത്തിൽ നിന്നും ഇത്രയും ആൾക്കാരുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യാനുള്ള ആ ഒരു മനസാന്നിധ്യത്തോടു കൂടി നമ്മൾ ഇത് റെക്കോർഡിംഗ് തുടങ്ങുന്ന സമയത്ത് തന്നെ ജസ്റ്റ് ഒന്ന് പാടുന്ന രീതിയിലുള്ള ഒരവസ്ഥ ഉണ്ടായിട്ട് പെട്ടെന്ന് മനസാന്നിധ്യം തിരിച്ചെടുത്ത് അത് പെർഫോം ചെയ്യാൻ സാധിച്ചത് തന്നെയാണ് നിങ്ങളിൽ ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം. അതുണ്ടായിട്ടുണ്ട്. ദാറ്റ് ഈസ് വെരി ഗുഡ്. ആൻഡ് കീപ് ഇറ്റ് അപ്പ് ആൻഡ് മേക്ക് സം മോർ ഇത് എന്താ പറയാ കൂടുതൽ പ്രസന്റേഷൻ തയ്യാറായിക്കോളൂ. നമുക്ക് അടുത്ത ക്ലാസ്സുകളിലൊക്കെ സെഷൻസൊക്കെ കൂടുതൽ ചെയ്യാനുള്ളതാണ്. സമയപരിമിതിയാണ് അജ്മിയുടെ വിഷയമെന്ന് നമുക്കറിയാവുന്നതാണ്. എന്നാലും എല്ലാ ജീവിതത്തിൽ അത്തരം കാര്യങ്ങളെയൊക്കെ മുന്നിൽ നിന്നുകൊണ്ട് നമുക്ക് നേരിടേണ്ടിയിരിക്കുന്നു. അതാണ് ജീവിതത്തിൽ ഏറ്റവും മാറ്റമുണ്ടാകുന്നത്. അപ്പൊ എല്ലാവർക്കും വൺസ് അഗൈൻ വെൽക്കം ടു ദ സെഷൻ. ഇന്നത്തെ ദിവസം നമുക്ക് ഏറെ പ്രാധാന്യമുള്ള ദിവസമാണ്. കാരണം എല്ലാവർക്കും അറിയാം നമ്മൾ ഇന്ന് സാമ്പത്തിക ധ്യാനം എന്ന് പറയുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു മെഡിറ്റേഷൻ തുടങ്ങുകയാണ്. രാത്രി 9:30 മണിക്ക് 10 മണിക്ക് 9:30 മണിക്ക് തുടങ്ങുകയാണ്. അപ്പോ സമയം കഴിഞ്ഞു. ജോയിൻ ചെയ്യുന്നവരുടെ സമയം കഴിഞ്ഞു. പിന്നെ പറയരുത്, കാരണം എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള ഒരു ഇത് വേണ്ട. പറ്റുന്നവർ ഇപ്പൊ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സെഷൻ തുടങ്ങും. അടുത്ത മാസമോ പിന്നത്തെ മാസമോ എപ്പോഴാണോ അടുത്ത സെഷൻ തുടങ്ങും അപ്പോൾ ജോയിൻ ചെയ്യുക. ഏറെ സന്തോഷത്തോടു കൂടി ഇന്നത്തെ സെഷനിലേക്ക് നിങ്ങൾ എല്ലാവരും സ്വാഗതം ചെയ്തുകൊണ്ട് ആർക്കെങ്കിലും അനുഭവങ്ങൾ പറയാനുണ്ടെങ്കിൽ നമ്മൾ സ്ഥിരം ചെയ്യുന്നത് പോലെ അനുഭവങ്ങൾ പറയുക. ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഇവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിലൂടെ കടന്നു വന്ന അനുഭവങ്ങളെയാണ് നിങ്ങൾക്ക് എപ്പോഴും പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത്. വളരെ ലളിതവും ഏറ്റവും ലളിതമായ രീതിയിലാണ് എല്ലാ കാര്യങ്ങളും പറയാൻ ശ്രമിക്കുന്നത്. ഇതിന്റെ സങ്കീർണതകളെ പറ്റി ഒന്നും പറയാറില്ല. ഏറ്റവും ലളിതമായ കാര്യങ്ങളും നിങ്ങളിൽ എല്ലാവരിലും മാറ്റം ഉണ്ടാവണം എന്നുള്ള ഒരു അതിയായ ആഗ്രഹത്തിന്റെ പുറത്താണ് ഇത്രയും സമയം എടുത്തുകൊണ്ടും ഈ സമയത്തും നിങ്ങളെടുത്ത് സംസാരിക്കാൻ വരുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങളുടെ എല്ലാവരുടെ റിക്വസ്റ്റ് ആണ്, ഇതിന് ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ ശ്രമിക്കണം. എപ്പോഴാണ് പ്രായോഗികമാക്കാന്ന് ഞാൻ മാറി എന്ന് ചിന്തിക്കുന്നിടത്തല്ല ഇതിന്റെ യാഥാർത്ഥ്യം ഇരിക്കുന്നത്. നമുക്കൊരു ഘട്ടം വരുമ്പോൾ ഇതിനെ അപ്ലൈ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമുള്ള കാര്യം. അതായത് നിങ്ങൾ നമ്മുടെ പുസ്തകം വായിച്ചിട്ടുണ്ടാവും, ശുഭാപ്തി വിശ്വാസവും ശുഭചിന്തകളും. പുസ്തകം ഒന്ന് എടുക്കാം അവിടുന്ന്. ശുഭാപ്തി വിശ്വാസവും ശുഭചിന്തകളും എന്നുള്ള പുസ്തകത്തിൽ ഒരു രണ്ടാമത്തെ അധ്യായം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. വായിക്കാത്തവർ ഒന്ന് എടുത്ത് വായിച്ചു നോക്കുക. വിവേകത്തോടുകൂടി ചിന്തിക്കൂ, വിവേകത്തോടുകൂടി ജീവിക്കൂ എന്ന് പറയുന്നത്. അത് വളരെ ശ്രദ്ധാപൂർവം ചെയ്തൊരു അധ്യായമാണ്. ഏറ്റവും കൂടുതൽ നമ്മളെ പരാജയപ്പെടുത്തുക എന്നതിനപ്പുറത്തേക്ക് നമ്മളെ തകർത്ത് കളയുന്നത് നമ്മുടെ ഈ വിവേകമില്ലാത്ത പെരുമാറ്റമാണ്. എല്ലാവർക്കും ബുദ്ധിയൊക്കെ ഉണ്ട്, എല്ലാവർക്കും ആവശ്യത്തിൽ അധികം ബുദ്ധിയുണ്ട്. അതിബുദ്ധിയും ആപത്താണ് എന്ന് പറയുന്നത് പോലെ എല്ലാവർക്കും അതൊക്കെ ഉണ്ട്. പക്ഷേ ഇത് എപ്പോൾ എവിടെ എങ്ങനെ ഉപയോഗിക്കണം
എന്ന് മനസ്സിലാക്കുന്നതിന്റെ പേരാണ് വിവേകം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചിന്തകളെ വിവേകത്തോടു കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം വിവേകപൂർണമായി മാറും എന്നറിയുക. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് മനസ്സിലാവില്ല. എന്തുകൊണ്ട് എൻ്റെ ജീവിതം ഇങ്ങനെ ആയി എന്ന്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവരുടെ ജീവിതം ഇങ്ങനെ ആയി എന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് പറയുന്നത് പോലെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പലപ്പോഴും ഞാൻ ഇവിടെ പറയുമ്പോൾ നിങ്ങൾ പറയുന്നത് എന്റെ ജീവിതം എന്തേ ഇങ്ങനെ എന്ന് ചോദിക്കുന്ന ഉത്തരം ഞാൻ തന്നെയാണ്, എന്റെ ചിന്തകളാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ. പക്ഷേ നമുക്കൊരു വിഷയം വരുന്ന സമയത്ത് അതിനെങ്ങനെ ഉപയോഗിക്കണം എന്നറിയുന്നതിലാണ് ഏറ്റവും പ്രധാനം. ഇന്നൊരാള് എന്റെ ഒരു 5ഓ 6ഓ ക്ലാസ്സിൽ പങ്കെടുത്ത ഒരാൾ ഇന്നലെ എനിക്ക് അയച്ച ഒരു മെസ്സേജിന് മറുപടി നിങ്ങളിൽ സംഭവിച്ച നിങ്ങളുടെ പാകപ്പിഴയല്ലേ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചത് എന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചപ്പോ സങ്കടം സഹിക്കാൻ വയ്യാതെയായി, കംപ്ലീറ്റ് ഇമോഷണലി ട്രിഗറായി, ആള് ഡൗൺ ആയി. സാർ ഒരിക്കലും എന്നോട് അങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു എന്ന രീതിയിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ജീവിതം അവസ്ഥ മാറിയെങ്കിൽ പിന്നെ 3ഓ 4ഓ ക്ലാസ്സിൽ വന്നിരുന്നിട്ട് ഞാൻ പഠിപ്പിച്ചത് എന്തായിരിക്കും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. നമ്മൾ തെറ്റുകൾ പറ്റാത്ത മനുഷ്യരാരും ഈ ലോകത്തുണ്ടാകും എന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത്. അങ്ങനെ ആരും ഉണ്ടാവില്ല. അതിനെ എങ്ങനെ മാറ്റപ്പെടുത്തണമെന്ന്, എങ്ങനെ ശരിയാക്കണമെന്ന് ചിന്തിക്കാനുള്ള കഴിവുണ്ടാകലാണ് ഏറ്റവും പ്രധാനമെന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. കാരണം ഇന്ന് 3-4 സംഭവങ്ങൾ ആൾക്കാർ ഈ ഇമോഷൻ ട്രിഗറായിട്ട് വന്ന് നിന്നതുകൊണ്ടാണ്. ഇമോഷണൽ ട്രിഗർ ഉണ്ടാവുന്നതിന് പല കാരണങ്ങളുണ്ട് എന്നും എനിക്കറിയാം, പല സാഹചര്യമുണ്ട് എന്നും അറിയാം. പക്ഷെ ഇവിടെ വന്ന് ക്ലാസ്സിൽ പങ്കെടുത്ത് ക്ലാസ് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത് എവിടെയാണ് എൻ്റെ കയ്യിൽ നിന്ന് കൈവിട്ട് പോകുന്നത് എന്നറിഞ്ഞ് അതിനൊന്ന് പാകപ്പെടുത്താൻ ദയവ് ചെയ്ത് ശ്രമിച്ചു നോക്കുക. പരാജയപ്പെടുമ്പോൾ മാത്രം ഇങ്ങനെ പരാജയപ്പെട്ടല്ലോ എന്ന് പറഞ്ഞു വന്നാൽ മതി, അല്ലാതെ ആവരുത് എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് വരുമ്പോൾ ചിലപ്പോൾ ആർക്കെങ്കിലും അഭിപ്രായം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഗഡ് ന്യൂസ് പറയേണ്ട പറഞ്ഞോളൂ. പറയാനുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാവോ? ഞാൻ ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പറയാനുണ്ടോ ആരെങ്കിലും? ഇതൊന്നും നിങ്ങൾ ഇതാക്കണ്ട കേട്ടോ. പറയാനുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സീരിയസ് ആയിട്ടും ചിലത് പഠിപ്പിച്ചു തരും, ചിരിച്ചുകൊണ്ടും പഠിപ്പിച്ചു തരും, കരഞ്ഞുകൊണ്ട് ഞാൻ പഠിപ്പിച്ചു തരില്ല, കരഞ്ഞ് കാണിച്ചുകൊണ്ട് പഠിപ്പിച്ചു. ഇങ്ങനെയല്ലേ നിങ്ങൾ കരയുന്നതെന്ന് ചോദിച്ചിട്ട് പറയും. അല്ലാതെ ഇതൊന്നും ഇല്ല കേട്ടോ. ചില കാര്യങ്ങൾ സീരിയസ് ആയിട്ട് പറയണ്ടേ, സീരിയസ് തന്നെ പറയണം. ചിരിച്ചുകൊണ്ട് പറയേണ്ടത് ചിരിച്ചുകൊണ്ട് പറയണം, കളിച്ചുകൊണ്ട് പറയേണ്ടത് കളിച്ചുകൊണ്ട് പറയണം, ചാടിക്കൊണ്ട് പറയേണ്ടത് ചാടിക്കൊണ്ടും പറയണം. അല്ലെ, അടുത്ത നമ്മൾ ലൈവ് സെഷനിലൊക്കെ ചാടിക്കൊണ്ടൊക്കെ പറയണം കേട്ടോ. ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടൊന്നും ജീവിതത്തെ ഒട്ടും ഇതാക്കരുത്. നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുന്നതിന് യാതൊന്നും നമുക്ക് തടസ്സമുണ്ടാവാൻ പാടില്ല എന്നുള്ളത്. ഏത് വൻമരവും നമ്മുടെ മാർഗത്തിൽ തടസ്സമായി ഉണ്ടായാൽ അതിനെന്ത് ചെയ്യണം? ഏത് വൻമരവും നമ്മുടെ പാതയ്ക്ക് തടസ്സമായി നിന്നാൽ അതിന് എന്ത് ചെയ്യണം? പറഞ്ഞോളൂ, ടൈപ്പ് ചെയ്തോളൂ, എന്നിട്ട് നമുക്ക് തുടങ്ങാം. ഇല്ല, വെട്ടി മാറ്റിക്കൊള്ളണം. ഒരു ഇതും വേണ്ട അതിനകത്ത്. വെട്ടി മാറ്റുക തന്നെ വേണം. മുറിച്ചു മാറ്റാന്നല്ല, അങ്ങ് വെട്ടി അങ്ങ് എറിഞ്ഞേക്കണം ദൂരെ. അത് അധികവും എവിടെ ഉണ്ടാവുക? ഇവിടെ നിന്നാണ് ആ വൻമരം അധികം വരുന്നത്, അല്ലേ? പുറത്തില്ലല്ലോ. അപ്പൊ എങ്ങോട്ടാ വെട്ടേണ്ടത്? അവനെ എടുത്ത് വെട്ടിയേക്കല്ലേ. എന്നിട്ട് ഇതെന്റെ ഹൃദയത്തിലാന്ന് പറഞ്ഞ് ഇന്ന് വെട്ടിക്കളയും. അങ്ങനെയല്ല പറഞ്ഞ്, മനസ്സുകൊണ്ട്, വാക്കുകൾ കൊണ്ട്. ഓക്കെ, ശരി, യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് അനുഭവങ്ങൾ പറയാനുള്ളത് പെട്ടെന്ന് പറഞ്ഞോളൂ. ആരാ അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോ? ഞാന് പറയട്ടെ സാർ? പറഞ്ഞു, നിങ്ങൾക്ക് ധൈര്യപൂർവ്വം പറയാലോ. ഞാൻ ഇന്നലെ വലിയ സന്തോഷത്തിലായിരുന്നു. എനിക്ക് പൈസ വന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എനിക്കൊരു ജോലിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഞാനത് പോകണം എന്ന് വളരെ ആഗ്രഹിച്ച് അവർക്ക് പറഞ്ഞില്ല. പറഞ്ഞോ പറയണം ഇന്ന്. അപ്പോൾ എന്റെ മൂത്ത മോൻ എന്നെ സമ്മതിക്കുന്നില്ല, പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പം ഒരു മെസ്സിലെ ജോലിയാണ്, അവിടെ നിന്ന് ചെയ്യണം. പക്ഷെ എനിക്ക് വേറെ ജോലിയൊന്നും നമുക്കിനി പ്രായമൊക്കെ ആയതുകൊണ്ട് വേറെ ജോലിയൊന്നും സാധ്യതയില്ല. അപ്പം അതിന്റെ ഒരു ഭയങ്കര ടെൻഷനിലൊക്കെയാണ് ഞാൻ. എനിക്കാകെ ഒരു എന്താന്ന് എനിക്കറിയത്തില്ല. പിന്നെന്തിനാ പോകണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്തിനാ പോണേ? നിങ്ങൾക്ക് ചെലവിന്റെ കാശൊക്കെ തരൂലേ? അതൊന്നും ഇല്ല സാർ, അതൊക്കെ പറഞ്ഞ ഒത്തിരി പറയാനുണ്ട്. ഞാൻ സാറുമായിട്ട് സംസാരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത്.
അപ്പൊ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. പാതയിൽ തടസ്സമായിരിക്കുന്നത് തന്നെ അതിനു വേണ്ടി. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണോ ജീവിക്കുന്നത്, മകന് വേണ്ടിയിട്ടാണോ ജീവിക്കുന്നത്? എന്നിട്ട് അവിടുന്ന് അല്ല, ഇപ്പൊ പറഞ്ഞ അതുകൊണ്ട് പറയാണ്, എന്നിട്ട് അവിടുന്ന് ശമ്പളം മേടിച്ചു കൊടുത്തിട്ട് മകന് കൊടുക്കും. അതാണ് അമ്മ ചെയ്യാൻ പോകുന്നത്. ഇതുവരെയൊക്കെ അങ്ങനെയൊക്കെയല്ല സാർ ചെയ്തത്. അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ബിന്ദു. യഥാർത്ഥം സംഭവിക്കുന്നത് അതാണ്. അവര് സമ്മതിക്കൊന്നുമില്ല, പക്ഷെ കാശ് കിട്ടിയാൽ ഓക്കെ ആണ്. വേണം. ഓക്കെ, എന്തായാലും അങ്ങനെ സങ്കടപ്പെടണ്ട. മറ്റൊരു കാര്യം പറ്റുമോ നോക്കാം, ഇല്ലെങ്കിൽ ധൈര്യപൂർവ്വം പോകും. ശരി സാർ, നന്ദി സാർ. ഓക്കെ, ശരി. മറ്റാർക്കൊന്നും പറയണ്ടോ? ഇല്ലെങ്കിൽ നടക്കാം. ഓക്കെ, വേറൊന്നുമില്ലല്ലോ. ഓക്കെ, അൺമ്യൂട്ട് ചെയ്യട്ടെ. ഓക്കെ, ക്ലാസ്സിലേക്ക് കടക്കാം. ജിഷ പറയണ്ട, പറഞ്ഞു. അൺമ്യൂട്ട് ചെയ്യും. സാറേ നന്ദി. ഞാൻ പറയട്ടെ, സാറ് ഇപ്പോഴും പറയുന്ന പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാര് നെഗറ്റീവ് ആണെങ്കിൽ നമുക്കും ആ നെഗറ്റീവ് വരുന്നൊരു ക്ലാസ് പലവട്ടം നമ്മൾ ക്ലാസ് കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്റെ ഒരു സ്ഥലത്ത് നിൽക്കുന്ന രണ്ടുപേരും എപ്പോ നോക്കിയാലും മറ്റുള്ളവരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അവരോട് എന്തോരം പറഞ്ഞു കൊടുത്താലും അവരത് എന്നെ പറയും. പക്ഷെ അത് എനിക്കൊരു നെഗറ്റീവ് ആവുമെന്നുള്ള ചിന്ത എനിക്ക് വന്നു തുടങ്ങി. പക്ഷെ എങ്ങനെയാണോ രണ്ടുപേരും എന്റെ ഷോപ്പിൽ നിന്ന് വിഷമമുണ്ട്, പോയില് വിഷമമുണ്ട് എനിക്ക്. അവർക്ക് അസുഖമായിട്ട് അവർ മാറി. എനിക്ക് സങ്കടമുണ്ട്. എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ചെറിയ രണ്ടുമൂന്ന് പിള്ളേർ എൻ്റെ കൂടെ ആക്റ്റീവായിട്ട് വന്നു. ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അതിലേക്ക് എനിക്ക് എത്താൻ പറ്റി. നമുക്ക് ചെല്ലുമ്പോൾ ഷോപ്പിൽ ചെല്ലുമ്പോൾ തന്നെ പോസിറ്റീവ് എനർജി കിട്ടുക. രാവിലെയും പോയി നമ്മൾ അവരുടെ വീട്ടിലെ ഈ കുറ്റങ്ങളും കുറവുകളും കേൾക്കുമ്പോൾ നമുക്കും കൂടെ ബുദ്ധിമുട്ട് വരും. നമ്മൾ വേണ്ട പറയണ്ടെന്ന് പറഞ്ഞാലും അവരത് തരും. പക്ഷെ ഞാനത് പ്രപഞ്ച ശക്തിയോട് നന്ദി പറയും. ഞാൻ എപ്പോഴും ആത്മനിഷ്ഠ ചെയ്തേക്കുമ്പോഴൊക്കെ ഞാൻ ആലോചിക്കും, എനിക്ക് പറ്റുന്ന ഒരു അതായത് നല്ലൊരു ചുറുചുറുക്കോടുകൂടി ചെയ്യാൻ പറ്റുന്ന രണ്ടു പേര് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ ഒപ്പം നിൽക്കാൻ എന്നുള്ള ഒരു ആഗ്രഹമാണ്. പക്ഷെ എനിക്ക് സാധിച്ചു സാറ്. അതിപ്പോ നിലയിൽ വന്നിട്ട് ഒരു ഭാഗ്യം എനിക്ക് എത്തിയിട്ടുണ്ട്. സാറിനോട് നന്ദി പറയാണ്. അത് നെഗറ്റീവാണ്, നമുക്ക് മൊത്തം നെഗറ്റീവായി. അത് നമ്മുടെ കൂടെ നിൽക്കുന്ന ആരായാലും, വീട്ടിലുള്ളവരായാലും ആരായാലും ഒരു വാക്ക് സംസാരിക്കണം. നമ്മൾ സത്യസന്ധമായിട്ട് സംസാരിച്ച് പോകുമ്പോഴാണ് നമുക്ക് ആ ഒരു പവർ കിട്ടുള്ളൂ. നമ്മൾ നേരം വെളുക്കുമ്പോൾ രാവിലെ ഷോപ്പിൽ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് നെഗറ്റീവ് കേട്ട് ആദ്യമൊക്കെ ഞാൻ സാറിന്റെ ക്ലാസ്സൊക്കെ ഇപ്പം വെച്ചു കൊടുക്കുമായിരുന്നു. പിന്നെ അവരിങ്ങനെ എന്നോട് അവർക്ക് വേറെ സംസാരിക്കുന്ന ധൃതികൊണ്ട് അവർ നമ്മളോട് ദേഷ്യപ്പെട്ടു തുടങ്ങി. അത് കേൾക്കാനല്ല അവർക്ക് അവരുടെ കാര്യങ്ങൾ ഇവിടെ വന്ന് ധരിപ്പിക്കുക ഒരു സ്ഥലം പോലെയായി. അപ്പൊ അങ്ങനെ സാറേ എനിക്ക് എന്നാലും അതെന്നാലും അതിൻ്റെ അടുത്ത് മാറി കിട്ടി. പിന്നെ ഞാൻ വിചാരിച്ചേക്കാളും കൂടുതൽ കസ്റ്റമർ സാറ് നമ്മൾ അബ്രിമേഷനിൽ ബുക്കിൽ നോക്കി എഴുതി വെക്കുന്നുണ്ട്. എനിക്ക് ധാരാളം പുതിയ കസ്റ്റമറെ കിട്ടും എന്നുള്ള രീതിയിൽ ഞാൻ എന്നും എഴുതി വെക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ അറിയാത്ത ഏതൊക്കെയോ ആൾക്കാരൊക്കെ കടയിലേക്ക് കയറി വരുവാണ്. ഷോപ്പിനകത്ത് കയറി വന്നത് എന്താ ഇതിങ്ങനെ കണ്ടിട്ടില്ല, ഈ സംഭവം എന്താന്നൊക്കെ ചോദിച്ച് ഓരോരുത്തർ കണ്ടെടുത്തോണ്ട് പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് പതുക്കെ മാറി. ഈ ആദ്യം എന്റെ റോഡിന്റെ സൈഡ് വ്യത്യാസം ഉണ്ടായിരുന്നു. വണ്ടി പാർക്ക് ചെയ്യാൻ സൗകര്യം കുറവാ. പക്ഷെ ഞാൻ അവിടെ വന്നതോടുകൂടി ഒത്തിരി മാറ്റം വന്നു സാറേ. സാറിന്റെ ക്ലാസ്സിന്റെയും എല്ലാ ഈശ്വരന്റെയും നന്ദി, എല്ലാം നന്ദിയോടുകൂടി നമ്മുടെ മുകളില് ജിമ്മിന്റെ ഒരു വലിയൊരു ബിൽഡിംഗ് വന്നു. തൊട്ടടുത്ത് വലിയ ഹൈ ലെവൽ ഹോട്ടൽ വന്നു. എനിക്ക് മൊത്തത്തിൽ ചേഞ്ചായി സാർ. ഓക്കെ, സന്തോഷം. നിങ്ങളിൽ അത് പ്രകടമാവുന്നുണ്ട്. നിങ്ങൾ ആ ധൃതി ഓട്ടം കുറച്ച് പതുക്കെ നിങ്ങളിലേക്ക് നല്ല നല്ല സമ്പത്ത് വരട്ടെ. അതിനും എമൗണ്ടുകൾ ഇങ്ങനെ ചെക്കുകളും ട്രാൻസ്ഫറുകളായി വന്നുകൊണ്ടേയിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. കാരണം നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും എപ്പോഴും നൽകുക തന്നെ ചെയ്യും. യാതൊരു തർക്കവുമില്ല. സന്തോഷത്തോടെ സുഹറ പറഞ്ഞു. ഏറ്റവും സന്തോഷം ഇത് തന്നെയാ. എന്റെ മകൻ ഇപ്പൊ പവർഫുൾ ആയിട്ട് എന്റെ കൂടെ ഒക്കെ ഉണ്ട്. അതെനിക്ക് ഏറ്റവും സന്തോഷം. വെരി ഗുഡ്. ശരി സാർ, താങ്ക് യു. സുഹറ സംസാരിച്ചോ. ഓക്കെ സാർ, പറഞ്ഞോ. പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഹലോ, പറയാം, കേൾക്കാം. സാറ് ഞാന് പറയാനുള്ളത് ഒരു കാര്യം പറയാണ്ടായിരുന്നു സാറിനോട്. പിന്നെ എന്റെ മരുമോന് മലേഷ്യയില് റെസ്റ്റോറന്റ് ഇങ്ങനെ വേറെ ആളുണ്ട്. പിന്നെ റെസ്റ്റോറന്റ് നടത്തുകയാണ്. പക്ഷെ അതിന് പെട്ടെന്ന് ഇപ്പൊ ഇന്നൊന്നും കച്ചവടം തീരെ നടന്നില്ല. ഇന്നൊന്നിലൊക്കെ അതിന്റെ ഒരു വിഷമാണ്. ഞാൻ നല്ലോണം അഫർമേഷൻ എഴുതിയിട്ടുണ്ട്. പിന്നെ എന്റെ മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ട്, ചെയ്യുന്നൊക്കെ ഉണ്ട്. സാറ് പറഞ്ഞ പോലെ ടെക്നീക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട്.
സാറ് പ്രാർത്ഥിക്കണം. എന്റെ ഓരോ കാര്യങ്ങൾ ശരിയായിക്ക് ഗോൾഡൊക്കെ എടുക്കാൻ വിചാരിച്ച് ഗോൾഡൊക്കെ വീണ്ടും ഞാൻ ഗോൾഡ് എടുത്ത് നമ്മുടെ കല്ല് കൊണ്ടുപോയിട്ടൊക്കെ കൊടുന്നതിന്റെ ശരി ഉം. ഒരുപാട് ഭാഗ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു കാര്യം കൂടി സാർ പ്രാർത്ഥിക്കണം. ഞാനിപ്പോ ഇന്നത്തെ അതിൽ കയറണം. എന്താ വേണ്ട സാർ ഒന്ന് പറഞ്ഞുതരോ? ഹലോ സാർ കേൾക്കാണ്ടോ? ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ? കേൾക്കാല്ലോ. അയ്യാ പറഞ്ഞോളൂ. അത് കോള് വന്നു അർജന്റ്. ഞാൻ ശ്രദ്ധിച്ചില്ല. സാർ പിന്നെ എന്റെ മരുവന് മലേഷ്യയില് റെസ്റ്റോറന്റ് നടത്തുന്നുണ്ടേ. ഉം. അപ്പൊ വേറെ ആളുണ്ട്, അവനാണ് എല്ലാ കാര്യങ്ങളും നോക്കി ചെയ്യണ്. അപ്പൊ പെട്ടെന്ന് നാട്ടിൽ വന്ന് പോയപ്പോ എന്തോ ഒരു വിഷമം. ഇന്നാണെങ്കിൽ മോള് ഇന്നലെ അവിടെ പോയിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് പറഞ്ഞു പെട്ടെന്ന് കച്ചവടം നിന്ന് പോയി. നല്ല നടക്കുന്ന കച്ചവടത്തിൽ ആളൊന്നും വരാതെ ഇന്നിപ്പോ ഒരു 20,000 രൂപ നഷ്ടം ഓരോ ദിവസം കച്ചവടം നടക്കാത്തോണ്ടേ ഇന്നൊന്നേലും ഉണ്ടായില്ല പറഞ്ഞേ. ഒരു വിഷമം. അപ്പൊ ഞാൻ എന്താ ചെയ്യണ്ട്? പിന്നെ ഇന്നത്തെ സാമ്പത്തിക എന്തോ ഇതുണ്ടല്ലോ, അതില് ചേരണം. എന്താ ചെയ്യേണ്ടത് സാറൊന്ന് പറഞ്ഞു തരുമോ? സാറ് പറഞ്ഞ ഓരോ ടെക്നിക്ക് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും കുറേ കാര്യങ്ങൾ ശരിയായി. പിന്നെ ഗോൾഡ് ഒക്കെ എടുക്കാൻ പറ്റി. വീണ്ടും ഒരു ഗോൾഡ് എടുത്ത് കല്ലിന്റെ ടെക്നിക്ക് കൊണ്ട് ഞാൻ അതേപോലെ ചെയ്ത് അതേപോലെ പ്രാർത്ഥിച്ച് അഫർമേഷൻ എഴുതി. അപ്പൊ എനിക്കിപ്പോ മോൾക്ക് 2 വളയും പിന്നെ വേറെ കൈച്ചേനും ഒരു നെക്ലേസ് എടുത്ത് വിചാരിക്കണ കൈ കൂടുതൽ എടുക്കാൻ പറ്റി. അതൊക്കെ ശരിയായി. പക്ഷെ ഈ ഒരു കാര്യം കൂടി സാർ ഞാൻ എന്താ ചെയ്യണമെന്ന് പറഞ്ഞുതരോ? അത് തന്നെയല്ലേ ഞാൻ മൊത്തം ക്ലാസ്സുകളായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾക്കായിട്ട് എന്ത് പറഞ്ഞു തരാനാണ്? എല്ലാ ക്ലാസ്സുകളും ഞാൻ പറയുന്ന ടെക്നിക്കുകൾ തന്നെയല്ലേ. എല്ലാ ക്ലാസ്സുകളിലും ഇത് ചെയ്യാനല്ലേ. മിനിയാന്നും പറഞ്ഞു തന്നത് ഇത് തന്നെയാണ്, ഇന്ന് പറയാൻ പോകുന്നത് ഇത് തന്നെയാണ്. ഓരോ ദിവസവും അത് തന്നെയല്ലേ പറയണേ. ഇനിയിപ്പോ പ്രത്യേകിച്ച് പറയാൻ എന്തിരിക്കുന്നു? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മാത്രം രഹസ്യമായി പറയണ്ടല്ലോ. പരസ്യമായിട്ട് തന്നെ എല്ലാവർക്കും കൊടുക്കുന്ന ടെക്നിക്ക് നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആണ്. ഞാൻ എല്ലാവർക്കും പണത്തെ പറ്റിയും കച്ചവടത്തെ പറ്റിയും ഒക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതിലുള്ള ഏറ്റവും സൂട്ടബിൾ ആയ ടെക്നിക്ക് എടുത്ത് ഉപയോഗിക്കുക. അത് മരുമകനും പറഞ്ഞു കൊടുക്കുക, അവരും ഉപയോഗിക്കുക. അങ്ങനെ ആർക്ക് എന്നൊന്നുമില്ലല്ലോ. അത് നിങ്ങൾ ഉപയോഗിക്കാൻ ശരിക്കും ഈ ചോദ്യത്തിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാല് നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് കിട്ടും. 1 മണിക്കൂറത്തെ ക്ലാസ് കേട്ടിട്ട് ഒരു ടെക്നിക്ക് പഠിക്കുന്നതിൽ നിന്നും എനിക്ക് ഈസി ആയിട്ട് 1, 5 മിനിറ്റോ 6 മിനിറ്റ് കൊണ്ട് പറയുന്ന അല്ലെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് പറയുന്ന ടെക്നിക്ക് പറയൂ എന്നാണ് ഈ പറയുന്നത്. അങ്ങനെ നമുക്കത് എടുക്കാൻ പറ്റില്ല. കാരണം ഇത് മനസ്സിലാക്കി ചെയ്യേണ്ട കാര്യങ്ങളായതുകൊണ്ട് ഇത്രയും സമയം എടുത്ത് പറയുന്നത്. ഇപ്പൊ ഇന്ന് പറയാൻ പോകുന്ന ടെക്നിക്കും അങ്ങനെ തന്നെയാണ്. ആ ടെക്നിക്ക് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്കാണ്. പക്ഷെ ഇത് ഉപയോഗിക്കാതിരുന്നാൽ ഒന്നും കിട്ടില്ല. നമ്മളിവിടെ ക്ലാസ്സിൽ എല്ലാ ദിവസവും പറയുന്നതിൽ ഒരു ദിവസത്തെ ക്ലാസ് പോലും കണ്ടന്റ് ഇല്ലാതെ ഞാൻ പറഞ്ഞിട്ടില്ല. എല്ലാ ക്ലാസ്സുകളിലും ഏതെങ്കിലും ഒരു പുതിയ സംഭവം പറഞ്ഞിട്ടുണ്ടാവും. റിപ്പീറ്റഡ് ആയിട്ട് ഞാൻ ഒരു കാര്യവും പറഞ്ഞിട്ടുമില്ല. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെ കിട്ടും. ഇപ്പൊ കച്ചവടം കിട്ടുന്നില്ല, എത്ര ക്ലാസ്സുകൾ പറഞ്ഞിട്ടുണ്ട്. സമ്പത്ത് ഉണ്ടാക്കുന്ന കാര്യവും എങ്ങനെ കച്ചവടം ഉണ്ടാക്കുന്നു എത്ര ക്ലാസ്സുകൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എടുത്തിട്ടുണ്ട്. അതിലൊന്നും എടുത്ത് ഒന്നുമില്ല, വേണ്ട, ഇതിലൊന്നുമില്ല. അപ്പൊ നമ്മുടെ ജീവിത വിജയത്തിന്റെ രഹസ്യം എന്ന പുസ്തകത്തിൽ സമ്പത്തിന്റെ കാര്യവും ബിസിനസിന്റെ കാര്യവും ഒക്കെ അഫർമേഷൻസ് 108 അഫർമേഷൻസ് ഉണ്ട്. അതെടുത്ത് ഉപയോഗിച്ചാൽ മതി. അതിലേത് ഉപയോഗിച്ചാലും മതി. ഇതെല്ലാ ക്ലാസ്സുകളും അതുപോലെ ബന്ധപ്പെട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ഇതാക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ താങ്ക് യു. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. എല്ലാം റെഡി ആണല്ലോ അല്ലെ? അപ്പൊ എടുത്തോളൂ, ക്യാപ്സൂൾ എടുത്തോളൂ. രണ്ടാമതൊരു ടൈപ്പ് ഒരു ചാറ്റ് വന്നിരിക്കുന്നത്, ഇതിൽ സാറുമായി സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ എന്താ ഞാൻ ഇതിന് മറുപടി പറയാൻ? ആർക്കെങ്കിലും എന്തെങ്കിലും മറുപടി പറയാനുണ്ടോ? ഇതിൽ സാറുമായി സംസാരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇപ്പൊ ഈ ആൾക്കാരുടെ എല്ലാ പ്രാവശ്യവും അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോളൂ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണത്? അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ ആരെങ്കിലും പ്രീ ഡിസൈഡ് ചെയ്തിട്ട് പറയിപ്പിക്കുകയാണോ ഞാൻ ചെയ്യുന്നത്? അങ്ങനൊന്നും അല്ലല്ലോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംസാരിച്ചോ എന്ന് ആണ് പറയുന്നത്. അതിനപ്പുറത്തേക്കൊന്നും ഇവിടെ സംഭവിക്കാറില്ല. അപ്പൊ ആർക്കും സംസാരിക്കാം. ആ സമയത്തിനകത്ത് ഇടയിൽ കയറി സംസാരിക്കാതിരുന്നാൽ മാത്രം മതി. ഓക്കെ, താങ്ക് യു. സത്യഭാമ ഇന്നല്ലേ വെള്ളിയാഴ്ചയല്ലേ പറഞ്ഞത് അവരോട് വരാൻ വേണ്ടി പറഞ്ഞിരുന്നു, കാണാൻ വേണ്ടി പറഞ്ഞിരുന്നല്ലോ അല്ലെ? ഒന്ന് ചേട്ടനോട് വിളിച്ചു പറഞ്ഞു കേട്ടോ. ഇന്നല്ലെങ്കിൽ നാളെ ആയാലും കുഴപ്പമില്ല, ഞായറാഴ്ച ആയാലും കുഴപ്പമില്ല. വിളിക്കുന്നല്ലെങ്കിൽ വിളിക്കാൻ പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് എല്ലാം റെഡി ആവട്ടെ, പെട്ടെന്ന് റെഡി ആവട്ടെ. നമുക്കൊന്ന് കിടിലമായിട്ടുള്ള ഒരു പരിപാടി പഠിക്കാം. കിടിലമായ പരിപാടി. ഇത് എല്ലാവർക്കും വേണ്ട പരിപാടിയാണോ എന്നത് മാത്രമേ ഡൗട്ടുള്ളൂ. എല്ലാവർക്കും വേണോ അല്ലെ? വേണ്ട. വേണ്ടവർക്ക് ആരൊക്കെയാണിത്? ഇന്നത്തെ ക്യാപ്ഷൻ ഇട്ടിരിക്കുന്നതിൽ പൂർണ്ണമായിട്ടില്ല. ഇന്നത്തെ നിങ്ങൾക്ക് വന്ന ക്യാപ്ഷൻ ഈ നമ്പർ
നമ്പർ എഴുതി വെക്കുക. എന്തിനായിരിക്കും ഒരു നമ്പർ എഴുതി വെക്കാൻ പറഞ്ഞത്? ഒരു നമ്പർ എഴുതി വെക്കാൻ പറഞ്ഞതിന്റെ പ്രത്യേക കാരണം എന്തെങ്കിലും ഉണ്ടാവോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എന്തിനായിരിക്കും നമ്പർ എഴുതി വെക്കാൻ പറഞ്ഞത്? എന്തിനായിരിക്കും ഒരു നമ്പർ നമ്മൾ എഴുതി വെക്കുന്നത്? അങ്ങനൊന്നും അല്ല കേട്ടോ. അത് കമ്പനിയിൽ ഉണ്ടാക്കിയപ്പോ യെസ്, മനസ്സിലായി. എന്തെങ്കിലും യൂസ്ഫുൾ അല്ല, നമുക്ക് ഒറ്റ യൂസ്ഫുള്ളേ നമുക്ക് പ്രധാനമായിട്ടുള്ളൂ, അല്ലേ? നമുക്ക് ഒരൊറ്റ യൂസ്ഫുള്ളേ ഉണ്ട്. മറ്റത് നമുക്ക് വിഷമമുണ്ടോ സങ്കടമുണ്ടോ, നമുക്ക് മറ്റതൊന്നും നമുക്ക് നമുക്ക് വിഷയമല്ല. മനസ്സിനെ പറ്റി നമുക്ക് മറ്റേ സാധനം കിട്ടിയാൽ മാത്രം മതി. എന്നിട്ടോ അത് പോയി എന്നറിഞ്ഞിട്ട് പിന്നെയും അയ്യോ പോയല്ലേ എന്ന് പറഞ്ഞിട്ട് പറയുകയും ചെയ്യാം, അല്ലെ? അതായാലും ഞാൻ അതിനെപ്പറ്റി തന്നെ വീണ്ടും പറയണു. നോക്കൂ, ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ലളിതമായ ഒരു നമ്പറാണ് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. പഠിപ്പിക്കല്ല, പറഞ്ഞു തരുന്നത്. നോട്ട് ഓക്കെ. വളരെ ലളിതമായി മനസ്സിലാക്കാം. എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എപ്പോൾ ഇത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. നാളെ വന്നിട്ട് ഇത് തന്നെ വീണ്ടും ചോദിക്കരുത്. ലളിതമായി പറയാം. അത്യാവശ്യമായി പണം ആവശ്യമുള്ളപ്പോൾ മാത്രം ചെയ്യേണ്ട ഒരു ടെക്നിക്കാണ്. രാവിലെ ചായ കുടിക്കാൻ കാശില്ല എന്ന് പറഞ്ഞിട്ടാകുമ്പോൾ ചെയ്യേണ്ട കാര്യമല്ല. വൈകിട്ട് ഭർത്താവിന് മേടിക്കാൻ പോകണം, 2 ഒച്ചപ്പാട് ഉണ്ടാക്കുമ്പോൾ ചെയ്യേണ്ട കാര്യമല്ല, അല്ലെ? ഇവിടെ ഉള്ളവർ കുറെ ആളുടെ വീട്ടിലെ ഭർത്താക്കന്മാരുണ്ടാവുമല്ലോ ഇതിനു വേണ്ടിയിട്ട് 2 ഒച്ചപ്പാടും ബഹളാക്കുന്നത്. അതിനു വേണ്ടി ചെയ്യാനുള്ളതല്ല. അല്ലെങ്കിൽ മറ്റ് എന്താ പറയാ, അങ്ങനെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നില്ല കേട്ടോ. എന്തൊക്കെ നമുക്ക് അത്യാവശ്യം എന്ന് പറഞ്ഞ ഒരു അത്യാവശ്യമില്ല സമയത്തും നമ്മൾ ഇത് ആലോചിക്കും, ഇത് അത്യാവശ്യമാണ് ചിന്തിക്കും. അങ്ങനെയല്ല. അത്യാവശ്യ ഘട്ടങ്ങളിൽ മുട്ടി നിൽക്കുമ്പോൾ, ഒരു വഴിയും എൻ്റെ മുമ്പിൽ ഇല്ല എന്ന് ചിന്തിച്ച് നിൽക്കുന്ന സമയത്ത് മാത്രം ചെയ്യാനുള്ള ഒരു നമ്പറാണ് ഇന്ന് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ഇത് രാവിലെ ഉപയോഗിക്കണോ, ഉച്ചയ്ക്ക് ഉപയോഗിക്കണോ, വൈകിട്ട് ഉപയോഗിക്കണോ, രാത്രി ഉപയോഗിക്കണോ, കിടക്കുമ്പോൾ ഉപയോഗിക്കണോ, ഉറങ്ങുമ്പോൾ ഉപയോഗിക്കണോ എന്നൊന്നും ചോദിച്ചിട്ട് വന്നേക്കരുത്. രാവിലെ എഴുന്നേറ്റപ്പോൾ ഉപയോഗിക്കണോ, 3 മണിക്കാണ് ഉപയോഗിക്കേണ്ടത് സാറേ, അങ്ങനെ ഒന്നും ചോദിച്ചു വന്നേക്കരുത്. ഒറ്റ കണ്ടീഷനും ഇതിനകത്ത് അപ്ലിക്കബിൾ അല്ല. നിങ്ങൾക്ക് ഒരു വഴിയും മുന്നിൽ കാണുന്നില്ല, ഇനി പ്രപഞ്ചത്തിൽ നീ കർപ്പിക്കുകയാണ് എന്ന് യെസ്, അങ്ങനെ എന്റെ കറക്റ്റ് വാക്ക്, അറ്റ കൈ പ്രയോഗം. എനിക്കത് കൃത്യമായിട്ട് കിട്ടിയില്ലായിരുന്നു. അതിനു വേണ്ടി മാത്രമുള്ളതാകുമ്പോൾ ഏതൊക്കെ സമയത്ത് അറ്റകൈ പ്രയോഗം ഉണ്ടാവുമെന്ന് മുൻകൂട്ടി പറയാൻ നമുക്ക് ആർക്കെങ്കിലും പറ്റാത്തത് കൊണ്ടാണ്. കാരണം ഈ ചോദ്യം വരുന്നതുകൊണ്ടാണ് പറയുന്നത്. നാളെ യൂട്യൂബിന്റെ താഴെ എഴുതുന്നത് സാറേ രാവിലെ 3:30 മണിക്കാണോ ഞാൻ എഴുന്നേക്കുന്നത്? 3:30 മണിക്കാണ്. 3:40 എഴുതണോ 45 എഴുതണോ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ വേണ്ട. നിങ്ങൾക്ക് എപ്പോഴും മുട്ടി നിൽക്കുകയാണ്, പൈസ ഇല്ല. ഇപ്പൊ ഉദാഹരണം പറയാം. ഇപ്പൊ 8 മണിക്ക് നിങ്ങളെ ഇപ്പൊ കഴിഞ്ഞല്ലോ നമ്മുടെ സാമ്പത്തിക ധ്യാനത്തിന് ജോയിൻ ചെയ്യാനുള്ള സമയം, അല്ലെ? അങ്ങനെ ജോയിൻ ചെയ്യാൻ ഒരു രക്ഷയും കിട്ടുന്നില്ലെങ്കിൽ കുറച്ചു നേരത്തെ അതൊന്ന് ചെയ്തു നോക്കിക്കോളൂ, നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും എന്നാണ് കണക്കുകൾ പറയുന്നത്. ഇത് ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കാണ്. ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകളിൽ നിങ്ങൾക്കറിയാം എന്താണ് ലോ ഓഫ് അട്രാക്ഷന്റെ ബേസിക് ടെക്നിക്ക് എന്ന് പറയുന്നത്. ആസ്ക്, ബിലീവ്, ഇൻസ്പയർഡ് ആക്ഷൻ, റിസീവ്. ഈ 4 ടെക്നിക്ക്, 4 കാര്യങ്ങളിലൂടെയാണ് ലോ ഓഫ് അട്രാക്ഷൻ കടന്നു പോകുന്നത്. അപ്പോൾ ഒന്നാമത് ചോദിക്കുക, രണ്ടാമത് വിശ്വസിക്കുക, അതിന് തത്തുല്യമായ നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന ആക്ഷൻ എടുക്കുക, 4മതായി റിസീവ് ചെയ്യുക. ഇതാണ് ലോ ഓഫ് അട്രാക്ഷന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യം. അപ്പോൾ അതിന് കണക്ട് ചെയ്തുകൊണ്ടാണ് ഈ ടെക്നിക്ക്, ഈ നമ്പർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഒന്നാമതായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്തായിരിക്കണം? പണത്തെ പറ്റിയിട്ടാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ ഒന്നാമതായി നിങ്ങൾ ചോദിക്കേണ്ടത് എന്തായിരിക്കണം എന്ന് പറഞ്ഞു വന്ന് എല്ലാവരും. പണത്തിന് വേണ്ടിയാണ് ഞാൻ എഴുതുന്നത് എങ്കിലും ആദ്യം നമ്മൾ തീരുമാനിക്കേണ്ടത് എന്തായിരിക്കണം? ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയേ. ആസ്ക് എന്തായിരിക്കണം? ആസ്ക് ആർക്കും പിടിയില്ലല്ലേ? പണമാണ് ആവശ്യം. യെസ്, കറക്റ്റ് സുചിത്ര. എത്ര വേണം? എനിക്ക് പണം വേണം എന്ന് പറഞ്ഞാൽ നടക്കില്ല.
അത് പ്രായോഗികമേ അല്ല. എനിക്ക് എത്രയാണ് പണം വേണ്ടത്, എമൗണ്ട്, ഹൗ മച്ച് യു വാണ്ട്, കറക്റ്റ് എമൗണ്ട്. യെസ് യെസ്, എല്ലാവരും ബ്രില്യൻ സ്റ്റുഡൻസ് ആണ്, എൻ്റെ എല്ലാം ബ്രില്യൻ സ്റ്റുഡൻസ് ആണ്. എത്ര വേണം, 100 രൂപ, 1000 രൂപ, 500 രൂപ, ഇത് നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വെക്കണം. ഇത് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ഒരു പേപ്പർ എടുക്കുക. അത് ഞാൻ പറഞ്ഞില്ലല്ലേ, ആദ്യം നിങ്ങൾക്ക് ഇതിന് ചെയ്യുന്നതിന് മുമ്പ് ഒരു പേപ്പർ വേണം, വൈറ്റ് ബ്ലാങ്ക് ആയിട്ടുള്ള പേപ്പർ. എന്റെ കയ്യിലേ ഇല്ലേ, എന്റെ കയ്യിലെല്ലാം എഴുതിയ പേപ്പറാണ്, കാണിച്ചു തരാന്ന് പറഞ്ഞു. ഷീറ്റ് ഇവിടെ ഉണ്ട്, ഇല്ല, ഇതെല്ലാം പേപ്പറുകളേ ഉള്ളൂ. എന്റെ പേപ്പർ മുമ്പിലിരിക്കുന്ന എല്ലാ പേപ്പറും ഞാൻ എഴുതി വെച്ചോളെ, അതുകൊണ്ടാണ്. കുറെ പേപ്പർ ഉണ്ട്, പക്ഷെ എന്തെല്ലോ കിട്ടുന്നത്. ആദ്യം ഒരു പേപ്പറിലോ ബുക്കിലോ നിങ്ങൾക്ക് എത്ര തുക വേണം എന്ന് എഴുതി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സാധനത്തിന്റെ പേരാണ്, എന്ത് കളർ പെന്നായിരിക്കും ഇത്? ഇതൊക്കെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റില്ല, ബാക്ക്ഗ്രൗണ്ട് ഗ്രീൻ ആയതുകൊണ്ട്. ഗ്രീൻ കളർ പേന ഉണ്ടായിരിക്കണം. ഈ ഗ്രീൻ കളർ പേന കൊണ്ട് ഇതില്ലെങ്കിൽ അടുത്ത വഴി എന്താണെന്നറിയോ? അത് ചോദിച്ചേക്കരുത്. പച്ച കളർ പേന വേണം. ഇത് ഇല്ലെങ്കിൽ നാളെ ചോദിക്കരുത്, സാറേ പച്ച കളർ പേന ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏകമായ മാർഗം എന്തായിരിക്കും? പറയാൻ പറ്റുമോ? ആൾക്കാർക്കൊന്ന് പറഞ്ഞു കൊടുത്തേ. പച്ച കളർ പേന നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ, ഇതല്ല, ടെക്നിക്ക് വേറെയാണ്. പച്ച കളർ പേന ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് വേറെന്താണ് മാർഗം? വാങ്ങുക തന്നെ, വേറെ ഒരു മാർഗവും തൽക്കാലം പറഞ്ഞു തരാനില്ല. ആരും പറയരുത് സാറേ പച്ച കളർ പേന ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ഒന്ന് പോയി വാങ്ങിക്കുക, അത്രേ ഉള്ളൂ. എളുപ്പത്തിൽ പറഞ്ഞു. മഷിയാണ്, നല്ല പച്ച കളർ മഷി ചേർത്തോ, എന്തായാലും കുഴപ്പമില്ല. പച്ച കളർ പേനയിൽ നിങ്ങൾക്ക് എത്ര എമൗണ്ട് വേണം എന്ന് എഴുതുക. എനിക്ക് ഇന്ന് രാത്രി 10 മണിക്ക് മുമ്പായി 35,000 ദിറംസ്. ഒരു സെക്കൻഡ്, ഇതൊരു അത്യാവശ്യ കോളാണ്. സ്കെച്ച് പെന്ന് പച്ചയിലെന്തോ എഴുതരുത്, പച്ചയില്ല. ഓക്കെ, അപ്പൊ ഞാനിപ്പോ എഴുതിയത് നിങ്ങൾ അതുപോലെ എഴുതിക്കോളൂ. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതിക്കോളൂ. അല്ല, ആവശ്യമുണ്ട് എഴുതിയാൽ മതി. എനിക്കിപ്പോ ആവശ്യമുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ എഴുതുന്നു കേട്ടോ. രാത്രി 10 മണിക്ക് മുമ്പായി 35,000 ദിറംസ് ലഭിച്ചിരിക്കുന്നതിന് നന്ദി എന്ന് 3 തവണ എഴുതുക. 3 തവണ എഴുതുക. അത് എഴുതിയതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, ഒരു നമ്പർ ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം. ആ നമ്പറിന്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുമ്പോഴാണ് കൃത്യമായി മനസ്സിലാവുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ഏഞ്ചൽ നമ്പറുകളെ പറ്റിയിട്ട് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. ഓരോ നമ്പറിനും ഓരോ ശക്തിയുണ്ട് എന്നും അറിയാം. നമ്മൾ മാനിഫെസ്റ്റേഷൻ പ്രോസസ്സ് പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ പഠിക്കുമ്പോൾ, ഓരോ നമ്പറുകളുടെയും ശക്തിയെ പറ്റിയിട്ടും അതിന്റെ പ്രാധാന്യത്തെ പറ്റിയിട്ടൊക്കെ വളരെ വിശദമായി പഠിച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾ തന്നെ ഒന്ന് ടൈപ്പ് ചെയ്തോളൂ. സമ്പത്തിനെ പറ്റി സംസാരിക്കുമ്പോൾ, സമ്പത്തിനെ പറ്റി ചിന്തിക്കുമ്പോൾ ഏത് നമ്പറാണ് നിങ്ങൾക്ക് ഓർമ്മ വരുന്നത്? ഇതെല്ലാം ഈ നമ്പർ കൈവെള്ളയിൽ എഴുതേണ്ട നമ്പർ നിങ്ങൾ തന്നെ പറയിക്കുക, നിങ്ങളെ കൊണ്ട് തന്നെ പറയിപ്പിക്കാനുള്ള ഐഡിയ ആണ് ഞാൻ എടുക്കുന്നത്. യെസ്, സമ്പത്ത് എന്ന് പറയുമ്പോൾ ഏത് നമ്പർ ആയിരിക്കും വരിക? 8. ഏറ്റവും ആൾക്കാർ പറഞ്ഞു 888 അല്ലെ? അപ്പോൾ നമുക്ക് കറക്റ്റ് ഇല്ല, ബാക്കി എല്ലാവരും ശ്രദ്ധിക്കുക. സമ്പത്ത് എന്ന് പറഞ്ഞാൽ 8 ആണ് സമ്പത്തിന്റെ ഘടകം. ഒറ്റ സംഖ്യയിൽ പറയുമ്പോൾ 8. എന്നെ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് പറയുമ്പോൾ 3 8 വന്നാൽ സമ്പത്ത്, അബൻഡൻസ് ഓഫ് എന്താ പറയാ, അബൻഡൻസ് ആണ് 888 കാര്യം. അപ്പോൾ ധനസമ്പത്തിനെ പറ്റിയിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ആദ്യത്തെ നമ്പർ എന്ന് പറയുന്നത് 8 എന്നുള്ള സംഖ്യയാണ്. ഇനി നമുക്ക് വേണ്ടത്, എല്ലാ സമയത്തും നമ്മൾ ചിന്തിക്കുന്നത് ദൈവീകതയുടെ അല്ലെങ്കിൽ ആത്മീയതയുടെ പൂർണ്ണതയുടെ ഒരു ഘടകത്തെ പറ്റിയിട്ടാണ് നമ്മൾക്ക്. അത് നമുക്ക് ലഭിച്ചിരിക്കുന്നതിന് നന്ദി, പ്രപഞ്ചത്തിന് നന്ദി, അല്ലെങ്കിൽ എന്നിൽ അത് ഉള്ളതിന് നന്ദി. ഒന്നുകൂടി പറയാം, എന്നിൽ അത് ഉള്ളതിന് നന്ദി, അതായത് പൂർണ്ണത കൈവരിച്ചതിന് നന്ദി.
ഇത് ലഭിച്ചതിന് നന്ദി, ഇത് എല്ലാം എന്നിൽ നമുക്കത് കിട്ടിയിരിക്കുമ്പോഴുള്ള അവസ്ഥ എന്താണ്? അവസാനം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആഗ്രഹിച്ചത് ലഭിച്ചാൽ അത് എൻഡായല്ല. എവിടെ നമ്മൾ ആഗ്രഹിച്ചത് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അത് എൻഡിങ് എന്ന് പറയും. ആ ആഗ്രഹം അവിടെ തീരണം. തീരാത്തിരുന്നു കഴിഞ്ഞാൽ നടക്കൂല, തീരണം. നിങ്ങൾക്ക് 10,000 ഉദ്ദേശിച്ചെങ്കിൽ 10,000 കൊണ്ട് തൽക്കാലം തൃപ്തിപ്പെടണം. അതാണ് അവസാനം എന്ന് പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് നമ്പർ ഏതാണ്? നമുക്ക് ഏതിന്റെയും പൂർണ്ണത എന്ന് പറയുന്ന ഏത് നമ്പർ വരുമ്പോഴാണ്? യെസ്, ആത്മീയതയുടെ നമ്പർ ഏതാണ്? അത് തന്നെ. പൂർണ്ണതയുടെയും ആത്മീയതയുടെയും അവസാനത്തെ എല്ലാത്തിനും എൻഡിങ്ങിന്റെ നമ്പറാണ് 9 എന്ന് പറയുന്നത്. 999 എന്ന് പറഞ്ഞാൽ പരിപൂർണം എന്ന് പറയും. പരിപൂർണമാകുമ്പോൾ 999. ആത്മീയതയുടെ അൾട്ടിമേറ്റ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് 999 ആണ്. അപ്പോൾ ഒന്നാമത്തെ നമ്പർ നിങ്ങൾക്ക് കിട്ടി. ധനം, ശക്തി, സമ്പത്തിനെ പറ്റി പറയാൻ 8 എന്ന നമ്പർ ഉപയോഗിക്കുക. പൂർണ്ണമായി നമുക്കത് ലഭിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കാനും ദൈവികതയുടെ ആത്മീയതയുമായി നമ്മൾ കണക്ട് ചെയ്ത് നിൽക്കാനും നമുക്ക് 9 എന്ന നമ്പർ ഉപയോഗിച്ചു. ഇനി നമുക്ക് വരുന്നത്, നമുക്ക് ഈ സമ്പത്ത് എന്താണ്? നമ്മുടെ ഭൗതികമായ അവസ്ഥയാണ്, അല്ലെ? ഭൗതികമായ അവസ്ഥയെ പറ്റി സമ്പത്ത് ഉണ്ടായാൽ നമുക്ക് ഭൗതികത മാത്രമാണ്, അതിൽ ആത്മീയത എന്ന് വരുന്നില്ല. ഭൗതികമായ അവസ്ഥയ്ക്കാണ് സമ്പത്ത് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ആ മണി എന്ന് പറയുന്ന സാധനം, മണിയല്ലേ നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ അതിനുള്ള നമ്പർ ഏതായിരിക്കും? ഭൗതികതയുടെ നമ്പർ. യെസ്, ഇതെല്ലാം നിങ്ങൾക്ക് തന്നെ അറിയാം. ഞാൻ ഇവിടെ എന്ത് പറയാനല്ലേ, എല്ലാം നിങ്ങൾ തന്നെ പറയുന്നത്. യെസ്, നമ്പർ 7. അപ്പോൾ ഏത് നമ്പറായി നിങ്ങൾക്ക് ഇപ്പോൾ മൊത്തത്തിൽ 3 കാര്യങ്ങൾ കടന്നു ചെല്ലുമ്പോൾ ഏത് നമ്പറായിരിക്കും വരിക? യെസ്, 897 എന്ന് പറയുന്ന നമ്പർ എഴുതി വെക്കണം. എവിടെയാണ് എഴുതേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരാൾ നിങ്ങളെല്ലാവരും ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ന്യൂമറോളജിയിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ധനത്തിന്റെ അല്ലെങ്കിൽ സമ്പത്തിന്റെ അധിപൻ ഏത് ഗ്രഹമാണ്? വ്യാഴം ആണ്. വ്യാഴദശയാണ് അവനെങ്കിൽ അവൻ സമ്പത്ത് കൊണ്ട് ഉയർന്നു പോകുമെന്ന് പറയാറുണ്ടല്ലോ. ശുക്രൻ, വ്യാഴം ആണ്. അപ്പോൾ കയ്യിലെ വ്യാഴമണ്ഡലം എന്ന് പറയുന്നത് ഈ ഭാഗം ആണ്. കയ്യിലെ ഈ ഭാഗത്താണ് വ്യാഴമണ്ഡലം എന്ന് ന്യൂമറോളജിയിൽ പറയുന്നത്. ഈ ഭാഗത്ത് നമ്മൾ ഈ നമ്പർ എഴുതി വെക്കുക എന്നത് മാത്രമാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഞാനിപ്പോൾ ഒരു കാര്യം ഇവിടെ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോഴിതിവിടെ എഴുതി വെക്കുന്നു. ഇനി ഞാൻ 3 പ്രാവശ്യം എഴുതി കഴിഞ്ഞില്ല. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ എഴുതി വെക്കാം. എനിക്ക് ഇന്ന് രാത്രി 10 മണിക്ക് മുമ്പായി, ഞാൻ നിങ്ങളുടെ മുമ്പിൽ തന്നെ ഇത് പരീക്ഷിച്ച് എടുക്കുകയാണ് കേട്ടോ. കാണിച്ചോളൂ. നാളെ ഞാൻ നിങ്ങളോട് ഇത് പറയാം. ലഭിച്ചാൽ രാത്രി 10 മണിക്ക് ശേഷം തന്നെ പറയാം. ഞാനത് 3 തവണ ഞാൻ എഴുതുകയാണ്. എനിക്ക് ഇന്ന് രാത്രി, എനിക്ക് അത്യാവശ്യമുള്ള തുക മാത്രമേ ഞാൻ എഴുതുന്നു. അത് എനിക്ക് ആവശ്യമുള്ളതാണ്. ആവശ്യമില്ല, അത്യാവശ്യമാണ്. ലഭിച്ചിരിക്കുന്നതിന് നന്ദി. ഇനി ഞാനിത് പൂർണ്ണമായിട്ടും ഇത് എഴുതി തയ്യാറാക്കി, വെറുതെ നമ്പർ എഴുതിയാൽ പോരാ, എനിക്ക് വേണ്ടതൊക്കെ എഴുതി കഴിഞ്ഞിട്ട് കൃത്യമായി എഴുതി തയ്യാറാക്കി ഞാൻ നിങ്ങളുടെ മുമ്പിൽ തന്നെ ഇവിടെ പച്ച മഷി കൊണ്ട് ഈ നമ്പർ എഴുതുകയാണ്. 897. ഇത്രമാത്രം പരീക്ഷിച്ചു നോക്കിക്കോളൂ. അത്യാവശ്യ ഘട്ടങ്ങളിൽ നിങ്ങൾക്കത് സംഭവിച്ചിരിക്കും. ഇനി സംഭവിച്ചില്ലെങ്കിലോ? അല്ലേ, ആദ്യമായി സംഭവിക്കില്ല. സംഭവിച്ചിരിക്കുക എന്ന് പറഞ്ഞു, പക്ഷെ സംഭവിച്ചില്ലെങ്കിലോ? സംഭവിച്ചിരിക്കും. നോക്കൂ, വീണ്ടും പറയാം. ഈ ടെക്നിക്ക് നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കാണ്. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ നിങ്ങൾ അതായിത്തീരുന്നു. നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നുവോ നിങ്ങൾക്കത് സംഭവിക്കുന്നു. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ ചെയ്യരുത്. യാതൊരു ഗുണവും ഇല്ല. വെറുതെ സമയവും മഷിയും ഒക്കെ കളയണ്ട. ഒരു ഗുണവും ഇല്ല. ആദ്യം നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നുവോ അത് മാത്രമേ ലഭിക്കുകയുള്ളൂ. വിശ്വാസമുണ്ടോ ചെയ്താൽ മതി. ആർക്കും നിർബന്ധമില്ല. നിങ്ങൾക്ക് കാശ് കിട്ടിയതുകൊണ്ട് മറ്റാർക്കും യാതൊരു ഗുണവും ഇല്ല, അല്ലേ?
അതുകൊണ്ട് സന്തോഷപൂർവ്വം പൂർണ്ണ വിശ്വാസത്തിൽ ചെയ്യുക. ഒരു തവണ കിട്ടിയില്ലേ, വിശ്വാസമുണ്ടോ, വീണ്ടും ചെയ്തോളൂ. വിശ്വാസമില്ലേ, വിട്ടേക്ക്. ഇത്തരം ടെക്നിക്കുകൾ ഇതുപോലെ ആൾക്കാർക്ക് ഒരുപാട് ആൾക്കാർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുമുണ്ട്. എല്ലാവർക്കും, എനിക്കൊക്കെ ഒരുപാട് തവണ കിട്ടി. ഞാൻ ഇന്നും നിങ്ങളുടെ മുമ്പിൽ തന്നെ എഴുതിയിരിക്കുന്നു. അപ്പോൾ വിശ്വാസമാണ് ഇതിന്റെ പ്രധാനം എന്ന് പറയുന്നത്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ ചോദ്യങ്ങൾ, നിങ്ങളുടെ ആവശ്യങ്ങൾ ആണ് നിങ്ങളുടെ മുന്നോട്ട് നയിക്കുന്നത്. വെറുതെ ടെസ്റ്റ് ചെയ്യാനായിട്ട് ആവശ്യമില്ലാതെ എഴുതി കഴിഞ്ഞാൽ സംഭവിച്ചുകൂടായികയില്ല. പക്ഷെ പ്രപഞ്ചത്തിന്റെ ടെസ്റ്റിംഗ് കടന്നു പോകേണ്ടി വരും. പ്രപഞ്ചം ടെസ്റ്റ് ചെയ്യാതെ ആർക്കും ഒന്നും നൽകാറില്ല. അതുകൊണ്ട് 100% ആത്മാർത്ഥമായ വിശ്വാസത്തോടുകൂടി ചെയ്യുക. പണം നിങ്ങളിലേക്ക് ഒഴുകി വെച്ചട്ടെ. നിങ്ങളിലേക്ക് പണം ഒഴുകി വരുമ്പോൾ ഇങ്ങോട്ടുള്ള ഒരു ഗൂഗിൾ പേ നമ്പറും കൂടി ഓർത്ത് വെച്ചാൽ മതി. അതിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ടും കൂടി അയക്കുമ്പോൾ ഞാൻ എഴുതി വെച്ചതും ഫലിക്കും, നിങ്ങൾ എഴുതി വെച്ചതും ഫലിക്കും എന്ന് മറക്കാതിരിക്കുക. ഗൂഗിൾ പേ നമ്പർ യൂട്യൂബിന് താഴെ എപ്പോഴും കാണും. അതുകൊണ്ട് ആരും മടി കാണിക്കണ്ട. അതിലേക്ക് എത്ര ഇട്ടാലും ഒന്നും നിറയില്ല. കാരണം എന്താണെന്നറിയോ, അതിന് വെച്ചിരിക്കുന്ന വലിയ ബോളാണ്. നിങ്ങൾ എത്ര ഇട്ട് കഴിഞ്ഞാലും അത് നിറഞ്ഞു പോകുമെന്ന് ആരും പേടിക്കണ്ട. ഇന്നത്തെ ക്ലാസ്സിൽ, ഇന്നത്തെ നമ്മുടെ സാമ്പത്തിക ധ്യാനത്തിന്റെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ ഒരു അരമണിക്കൂർ ഗൂഗിൾ പേ പണിമുടക്കി. അപ്പൊ ആരോ എന്നോട് മെസ്സേജ് അയച്ചു ചോദിച്ചു, സാറിന്റെ അക്കൗണ്ട് നിറഞ്ഞോ, അത് തിരിച്ചു വരുന്നുണ്ട് കാശെന്ന് പറഞ്ഞു. നിറയില്ല കേട്ടോ, ഒരു കാരണവശാലും നിറയില്ല. അത് വലിയ അക്കൗണ്ടാണ്, വലുതാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കുറച്ചുകൂടി അക്കൗണ്ട് വലുതാക്കി വെച്ചോളൂ. അതുപോലെ കാശ് അവിടെ നിറയുന്നത് മാത്രമല്ല, കൂടുതൽ കൂടുതൽ സന്തോഷത്തിലേക്ക്, ഞാൻ പറയുന്ന അൾട്ടിമേറ്റ് ആയിട്ട് പറയുന്നത് കാശല്ല നിങ്ങളുടെ പ്രധാനമായ ഘടകം. കൂടുതൽ കൂടുതൽ സന്തോഷത്തിലേക്ക്, ആനന്ദത്തിലേക്ക് അവനവനെ കൊണ്ടെത്തിക്കാനുള്ള മാർഗങ്ങൾ മാത്രമാണ് ഈ പറയുന്നത്. ആ മാർഗങ്ങൾ സ്വീകരിക്കുക. അൾട്ടിമേറ്റ് ആയിട്ട് സന്തോഷിക്കാൻ പഠിക്കുക. സന്തോഷം നിലനിർത്താൻ പഠിക്കുക. ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ പൊട്ടിത്തെറിച്ച് കരയുന്നതല്ല ജീവിതം എന്ന് പറയുന്നത്. എല്ലാ സമയത്തും സദാ പുഞ്ചിരിയോടുകൂടി ഏത് കാര്യത്തിനിടയിൽ നടന്നു പോകാൻ സാധിക്കുക എന്നതാണ് ജീവിത വിജയം എന്ന് അറിയുക. സമ്പത്തൊക്കെ എല്ലാ സമയത്തും അനായാസേനയായി ജീവിതത്തിൽ സമ്പത്ത് അനായാസേനയായി നമ്മുടെ മുന്നിൽ വന്നു പോയിക്കൊണ്ടേയിരിക്കും. കാരണം അത് വരുന്നവർക്ക് അബൻഡൻസ് ആയി വന്നുകൊണ്ടേയിരിക്കും. വരാത്തവർക്ക് ഏകമായ കാരണം അവരവരുടെ ചിന്തകളുടെയും അവരവരുടെ ലിമിറ്റിംഗ് ബിലീവ് സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ വിശ്വാസത്തിന്റെയും മാത്രം ഘടകമാണെന്ന് അറിയുക. അവനവൻ അതിനെ ഉയർത്താനായിട്ടുള്ള പ്രവർത്തനം ചെയ്തു കഴിഞ്ഞാൽ 100% റിസൾട്ട് ഉണ്ടാകും. അതിൽ യാതൊരു തർക്കവുമില്ല. എല്ലാവർക്കും എപ്പോഴും അത് സാധ്യമാണ്. അതാവാത്തവൻ നിങ്ങൾ സ്വയം ചിന്തിച്ചാൽ മനസ്സിലാവും എവിടെയാണ് പാളുന്നതെന്ന്. അതിനുള്ള വഴികളാണ് എപ്പോഴും ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ടെക്നിക്കുകളായിട്ടും ക്ലാസ്സുകളായിട്ടും മറ്റും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇതൊക്കെ സ്വീകരിച്ച് മാറ്റമുണ്ടാക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കുമാറാവട്ടെ എന്നുള്ള പ്രാർത്ഥനയാണെന്നും എല്ലാവർക്കും സാധിക്കും. കാരണം അത്രയും ലളിതമായിട്ടാണ് എല്ലാം പറയുന്നത്. പക്ഷെ എന്നെ തല്ലണ്ട അമ്മാവ, ഞാൻ നന്നാവില്ല എന്ന് പറയുന്നവൻ അത് പറയാതെയെങ്കിലും ഇരിക്കുക. കാരണം എന്താ, നന്നാവാൻ ആഗ്രഹമുണ്ടെങ്കിൽ പിന്നെ പുറംതിരിഞ്ഞ് എന്നെ തല്ലണ്ട എന്ന് പറയാതിരിക്കാൻ, പുറം തിരിയാതിരിക്കുക. ഒന്ന് സൂക്ഷ്മമായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും വേണം. ഇനി സാർ വ്യാഴമണ്ഡലത്തിൽ നമ്പർ 3 ടൈം എഴുതിയാൽ മതിയോ? നെറ്റ് സ്ലോ ആയി, ക്ലിയർ ആയില്ല. ഞാൻ പറഞ്ഞത് ഞാൻ 3 തവണ എഴുതുന്ന കാര്യമേ പറഞ്ഞിട്ടില്ല. വ്യാഴമണ്ഡലത്തിൽ നമ്പർ എഴുതി വെക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കാശ് കിട്ടിക്കഴിഞ്ഞാൽ അത് മായ്ച്ചു കളഞ്ഞേക്കിട്ടോ. പിന്നെ എപ്പോഴും കാശ് ആവശ്യമുണ്ടാകുമ്പോൾ വയ്ക്കാം. 1 തവണ എഴുതിയാൽ മതി. ഇനി 3 തവണ എഴുതുന്നോ, എഴുതിക്കോളും, ഒരു കുഴപ്പമില്ല. ഇതിന്റെ ഫണ്ടമെന്റൽ എന്ന് പറയുന്നത് നിങ്ങൾ എഴുതുന്നതിലോ വ്യാഴമണ്ഡലത്തിൽ എഴുതുന്നതോ അല്ല. ഇതിന്റെ ഫണ്ടമെന്റൽ എന്ന് പറയുന്നത് നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ ചിന്തയുമാണ് ഇവിടെ ഏറ്റവും പ്രധാനമെന്നറിയുക. നിങ്ങൾക്ക് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ആത്മാർത്ഥമായ ആവശ്യമുള്ള ഒരു കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ പ്രപഞ്ച ശക്തി അതിന് കൂട്ടു നിൽക്കുകയും നിങ്ങൾക്കത് സാധ്യമാക്കി തരികയും ചെയ്യും. പരീക്ഷണത്തിനാണെങ്കിൽ നിങ്ങളെ പരീക്ഷിക്കാൻ ഇതിനേക്കാളും ശക്തിയുള്ളതാണ് ആ പ്രപഞ്ച സത്യം എന്നറിയുക. അപ്പോൾ അതിന് മുതിരുന്നത് നിങ്ങളുടെ ഇഷ്ടം എന്ന് മാത്രം പറയുന്നു. 1 പ്രാവശ്യം എഴുതിയാലോ 3 പ്രാവശ്യം എഴുതിയാലോ ഒരു കുഴപ്പമില്ല. 100% വിശ്വാസം ചെയ്യുക.
പക്ഷെ ഞാൻ പറയുന്നു, ഒന്നുകൂടി പറയണു, ഇതെല്ലാത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ലോ ഓഫ് അട്രാക്ഷന്റെ ആസ്ക്, അതായത് എത്ര വേണം എന്ന് ചോദിക്കുക, പൂർണ്ണമായും അതിൽ വിശ്വസിക്കുക, അതിന് തത്തുല്യമായ ആക്ഷനുകൾ എടുക്കുക, ലഭിക്കുക. തത്തുല്യമായ ആക്ഷൻ എടുക്കുക എന്താണ്? ചില സമയത്ത് നമ്മൾ വിട്ടുകൊടുക്കുന്നതും ഇൻസ്പയർഡ് ആക്ഷൻ ആണ്. വിട്ടുകൊടുക്കുക, പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുക. ദൈവമേ, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ദൈവത്തെ വിളിക്കുകയാണ്, ദൈവമേ എല്ലാം ഞാൻ അങ്ങയിൽ അതിൽ ഏർപ്പിച്ചിരിക്കുന്നു, ഇനി നിങ്ങൾ തന്നെയാണ് തുണ എന്ന് പറയുന്നതും ഇൻസ്പയർഡ് ആക്ഷൻ ആണ്. അത്തരം ആക്ഷൻ എല്ലാ സമയത്തും അല്ലട്ടോ, അതും ഒരു ഭാഗമാണ്. നമുക്ക് അതുകൊണ്ടാ പറഞ്ഞ അത്യാവശ്യ ഘട്ടങ്ങൾ വേറെ ഒരു വഴിയും നമ്മുടെ മുന്നിൽ തെളിയുന്നില്ല എങ്കിൽ പിന്നെ ആരാണ് നമ്മളെ സഹായിക്കാൻ പറ്റുന്ന ഏകമായ സത്യം? പ്രപഞ്ച സത്യം തന്നെയാണ്. അവിടെ ഇഷ്ടം പോലെ ഉണ്ട്, അത് കുറച്ച് നമുക്ക് നൽകിയാൽ മതി. എവിടെ നിന്ന് ഒന്നും ആർക്കും ചോദ്യം വേണ്ട. 100 കണക്കിൽ വഴികളുണ്ട്. നമുക്ക് കാശ് വരാനായിട്ട് 1000 വഴികൾ ഉണ്ട്. നമ്മളുടെ ചിന്തയിൽ 1 or 2 വഴികളേ ഉണ്ടാവുള്ളൂ. പ്രപഞ്ചത്തിൽ 1000 വഴികളുണ്ട്. വൈറ്റ് പേപ്പറിൽ 3 പ്രാവശ്യം എഴുതി വെക്കുക. എന്നിട്ടാണ് നമ്പർ എഴുതുന്നത്. നമ്മൾ ആവശ്യമുള്ള തുക വൈറ്റ് പേപ്പറിൽ ആദ്യം 3 തവണ എഴുതി വെക്കുക. അതിനുശേഷമാണ് കയ്യിൽ എഴുതേണ്ടത്. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഇനി ഡൗട്ട് ഉള്ളവർ നാളെ രാവിലെ വീഡിയോ 4 or 5 തവണ കേൾക്കുക. അപ്പോൾ വീണ്ടും വീണ്ടും മനസ്സിലാവും. എന്നിട്ട് നിങ്ങൾ വീണ്ടും ശ്രമിച്ചു നോക്കുക. നന്ദി, നമസ്കാരം. ഇന്ന് നമുക്ക് 9:30 മണിക്ക് നമ്മുടെ സാമ്പത്തിക ധ്യാനം തുടങ്ങാം. അവിടെ കയറി വരുന്നവരൊക്കെ ഒരു പേപ്പറൊക്കെ എടുത്തിട്ട്, ബുക്കൊക്കെ എടുത്തിട്ട് വരിക. പല പരിപാടികളുണ്ട് അവിടെ ചെയ്യാനായിട്ട്. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം, അല്ലെ? താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും നന്ദി. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കാറുണ്ട് വീണ്ടും ചോദിച്ചോളൂ. ഐ എം ഗിവിംഗ് ഒരു കുറച്ച് സമയം കൂടി തരാം സംസാരിക്കാനായിട്ട്. യെസ്, എന്തെങ്കിലും പറയാണ്ട് ചോദിക്കാണ്ട് ചോദിച്ചു. താങ്ക് യു. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ചോദിച്ചോളൂ. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അനുഭവം പറയാനുണ്ടെങ്കിൽ, അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. ശ്രദ്ധിക്കുക, പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും റിലവന്റ് ഉണ്ടെങ്കിൽ മാത്രം അല്ലേ സമയം കളയേണ്ടുള്ളൂ, അല്ലെ? സാറേ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ആ, എന്റെ കൊച്ചിനെ, ഹലോ, ചോദിച്ചോ. എന്റെ കൊച്ചിന്, ചെറിയ മക്ക് നാളെ എൻട്രൻസിന്റെ പരീക്ഷയാണ്. അതിന് എന്തെങ്കിലും ട്രിക്ക് പറഞ്ഞു കൊടുക്കുക. സാറ് പറഞ്ഞേക്കണേ, ആ 10 മിനിറ്റ് കൊണ്ട് ഇത് എഴുതാൻ പറഞ്ഞ് ഞാൻ പറഞ്ഞു കൊടുത്ത് കൊച്ചു ചെയ്യുന്നുണ്ട്, അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നാളെ എന്തെങ്കിലും പറഞ്ഞു തരാൻ എന്നറിയാനായിരുന്നു. നാളെ ചെയ്യാൻ പറ്റുന്ന ചെയ്തിട്ട് പോവാൻ. എന്താണ്, എന്തിന്റെ എൻട്രൻസാ? ഈ എൻട്രൻസ്, കേരള എൻട്രൻസ് നാളെ നടക്കണേ. എഞ്ചിനീയറിംഗിന്റെ ആ എൻട്രൻസ് അല്ലേ? അതെ. ഓക്കെ. എന്താ ചെയ്യുന്നത് ഇപ്പൊ? അഫർമേഷൻ എഴുതുന്നുണ്ടോ? സാറ് പറഞ്ഞില്ലേ പഠിക്കാൻ പിള്ളേർക്ക് 10 പ്രാവശ്യം, 10 മിനിറ്റ് കൊണ്ട് 10 പ്രാവശ്യം എഴുതണം എന്ന് പറഞ്ഞില്ലേ? അത് എഴുതിയുണ്ട്. മതി. അവിടെ നാളെ IR5 സിറ്റുവേഷൻ മാത്രം ഒരു സാധനം മാത്രം പ്രാക്ടീസ് ചെയ്ത് പോകാൻ പറഞ്ഞു. എക്സാമിന് സമയത്തൊക്കെ പറഞ്ഞ IR5 സിറ്റുവേഷൻ എക്സാമിന് സമയത്തൊക്കെ അവർക്ക് എക്സാമിന് റിസൾട്ട് കിട്ടുന്നില്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസോ ഒക്കെ ഉണ്ടാകുമ്പോ IR5 സിറ്റുവേഷൻ എന്ന് പറയാൻ പറ. അത് മാത്രം പറഞ്ഞാൽ മതി. അതായത് ഏതെങ്കിലും ഉത്തരം ശരിയോ തെറ്റോ എന്ന് എഴുതുന്നതിന് മുമ്പ് IR5 സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ട് ഒന്ന് എഴുതാൻ പറഞ്ഞാൽ മതി കേട്ടോ. ശരി, താങ്ക് യു വെരി മച്ച്. ശരി, പറഞ്ഞില്ലല്ലോ. അപ്പൊ താങ്ക് യു എല്ലാവർക്കും നന്ദി. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഹലോ സാർ, എന്റെ മോളെ എക്സാം പാസ്സായി. പാസ്സായോ? റിസൾട്ട് വന്ന് പാസ്സായി. B.Ed പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മോള്. അപ്പൊ ഏത് എക്സാം ഉണ്ടല്ലോ, അത് പാസ്സായി എഴുതി വെച്ചിരുന്നു സാർ. സന്തോഷം. B.Ed പഠിച്ച് ഒരുപാട് ആൾക്കാർക്ക് ജീവിതത്തിൽ മാതൃക ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കാം. താങ്ക് യു സാർ. താങ്ക് യു. ശരി, ഓക്കെ. താങ്ക് യു. താങ്ക് യു സാർ.